തക്കാളിക്ക് വില കൂടുതലല്ല, എന്നാലും അച്ചാറെല്ലാം തീർന്ന കാരണം ശകലം തക്കാളി അച്ചാറിടാന്ന് വെച്ച്. അതിന് വേണ്ടി ഞാൻ ഇത് കണ്ടോ, 1 കിലോ തക്കാളി, കറക്റ്റ് 1 കിലോ ഇതാ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, 1 കിലോ തക്കാളി, കറക്റ്റ് 1 കിലോ. ഇനി അടുത്ത് നമുക്ക് പുളി എടുക്കാം. പിന്നെ നമ്മളെ പച്ചപ്പുളി ഉണ്ടോ, ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇതൊരു 200 ഗ്രാം ഉണ്ടോ, ഒരു 200 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഉണ്ട്, പച്ചപ്പുളി എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്കിതൊന്ന് ഞാൻ അടുപ്പിൽ വെച്ചു വേവിക്കാൻ വയ്ക്കാം. ഉണ്ടോ, നല്ലപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഇതിനെ. അപ്പം നമുക്ക് ഈ പുളി ഒന്ന് ഇടിച്ച് ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റാം. പുളി ഇടിച്ച് തന്നെ അതിൻ്റെ കുരുവൊക്കെ എടുത്തങ്ങ് മാറ്റി. കണ്ടോ, ബാക്കി ഇതാ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. മാറ്റി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കിട്ടിയത് നമുക്ക് എത്ര, ഒരു 160 ഗ്രാം. ആക്ച്വലി 100 ഗ്രാം, 1 കിലോ തക്കാളിക്ക് 100 ഗ്രാം പുളിയാണ് വേണ്ടത്. ഇത് കറക്റ്റ് 100 ഗ്രാം പുളിയുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതാ തക്കാളി വേവുന്നു. തക്കാളി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെറും തക്കാളി കണ്ടിച്ച് വേവിച്ചടിക്കാന്ന്. കണ്ടോ, നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. തക്കാളി ഉണ്ടോ, നല്ല വെള്ളം ഒന്നും തോന്നുന്നു. ഈ പരുവത്തിൽ നമുക്ക് ഇത് വേവിച്ചെടുത്ത് നമുക്കിത് ആറാൻ വയ്ക്കാം. ഇതിനൊരു സ്പൂണ് ഉലുവ എടുത്ത് വറുത്തെടുക്കാം. ഉലുവ ഒന്ന് അതേ സ്പൂണിന് 2 സ്പൂൺ ജീരകം ഉണ്ടോ, അതും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഉണ്ടോ, തക്കാളി ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇതായി റെഡിയായി. ഇത് മാറ്റി വയ്ക്കുന്നു, ആറാൻ വയ്ക്കുന്നു. തക്കാളി നല്ലപോലെ അങ്ങ് ആരക്കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ, ഉപ്പ് ഒരു 100 ഗ്രാം ഉണ്ടോ, നമുക്കത് കൊടുത്തു. ഒരു 100 ഗ്രാം, കുറച്ച് ഞാൻ എരിവ് കുറവ് വേണമെന്ന് പറഞ്ഞ് 100 ഗ്രാം, ഒരു 990 ഗ്രാംസ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്, അതും കൂടെ നമുക്ക് തക്കാളി കൊടുത്ത് പിന്നെ നമ്മൾ ഇടിച്ച് വെച്ചിരുന്ന പുളി അതും കൂടെ എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി ഇത് നമുക്ക് ഇനി അരച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ നമ്മളെ ജീരകവും പിന്നെ ഉലുവയും കൂടെ പൊടിച്ചതായത് കണ്ടോ, അത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നമുക്കത് പിന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഇതങ്ങ് അരച്ചു കൊണ്ടുവരാം. തക്കാളി അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കടുക് വറുക്കാൻ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവുന്നേ. ഇപ്പോൾ 1 കിലോ തക്കാളിക്ക് ഒരു 100 ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളു. ഒരു 100 ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുത്തു. കണ്ടോ, നമ്മൾ കടുക് വറുക്കാൻ വെളുത്തുള്ളി തൊലി എടുക്കാതെ ഒന്ന് ചതച്ച് വെക്കണം. കുറച്ച് വറ്റൽമുളകും കരിവേപ്പില, ഒരു ശകലം കായം, ഇത്രയേ ഉള്ളു. കണ്ടോ, നമുക്കിതൊന്ന്
എണ്ണ ചൂടായി. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ല മൂക്കണം. വെളുത്തുള്ളി മൂത്ത് വരുന്നു. നമുക്കിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു നല്ല ഒന്ന് മൂക്കാൻ വിടാം. കണ്ടോ, വെളുത്തുള്ളി എല്ലാം മൂത്ത് കിട്ടി. നമുക്കിനി തക്കാളി അരച്ചതൊന്ന് അങ്ങോട്ടിട്ട് കൊടുക്കാം. കണ്ടോ, എന്നിട്ടത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് കുറച്ച് കായംപൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കണം. തിരി താത്തി വെച്ചേക്കണം. അടുത്തത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഉലുവയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ തക്കാളി അച്ചാർ റെഡിയായി. ഒരു അരമണിക്കൂർ വേണ്ട ഇതിന്, എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന അരമണിക്കൂർ തക്കാളിയും പച്ചപ്പുളിയും കൂടെ ചേർത്തുള്ള അച്ചാർ റെഡിയായി. കണ്ടോ, ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻ്റ് അടിക്കണം. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. കണ്ടോ.